ഹലോ, സ്വിഗ്ഗി എന്നാണ്. എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ? 59.75 ഫസ്റ്റ് ഓർഡർ എപ്പോ കിട്ടുമെന്ന് അറിയില്ല. ഒരു വല്ലാത്ത ഇറിറ്റേഷൻ പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്റെ പൊന്ന് ഗൈസ്, നോമ എന്താ ഈ കാണണേ? 50 രൂപ ടിപ്പോ, 9.5 ലിറ്റർ പെട്രോൾ. ഹേ ഗായ്സ്, പുതിയൊരു സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം നമ്മൾ സ്വിഗ്ഗി ഓടിയിട്ട് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. 800 രൂപയാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഇന്ന് 800 രൂപ അടിക്കുമോ അതിൽ കൂടുതൽ അടിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഗൈസ്. സോ സമയം ഇപ്പോൾ കറക്റ്റ് 6 മണിയായിട്ടുണ്ട്. നേരം പുലർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് ടൈമില്ല. റെഡി? അങ്ങനെ കൃത്യം 6:28 ആകുമ്പോഴത്തേക്ക് നമ്മുടെ രാശി സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഡ്യൂട്ടി ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇന്നത്തെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം മുതൽ നമുക്ക് 15 to 30 രൂപ അഡീഷണൽ സർജ് ആയിട്ട് വരുന്നുണ്ട്. കറക്റ്റ് 6 മണി മുതൽ 8 മണി വരെയോ 7 മണി വരെ എങ്ങാണ്ടുള്ളൂ സർജ്. പക്ഷെ ഇന്ന് ആക്ച്വലി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. സാധാരണ 6 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് സോണിൽ എത്തേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് 6:30 മണിയായിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഓർഡർ എപ്പോ കിട്ടുമെന്ന് അറിയില്ല, ഏതൊക്കെ വഴികളിലൂടെ പോകേണ്ടി വരും എന്നറിയില്ല, എന്തൊക്കെ കാണേണ്ടി വരും എന്നറിയില്ല. സോ ഫസ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കഴിയും. 15 മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പിള്ളൈ സ്നാക്സിൽ നിന്നും 62 രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ വി ആർ റെഡി ടു മൂവ്. ഞാൻ വിചാരിച്ചു ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് തലയും വാലും ഇല്ലാതെ ഇൻസ്റ്റമാർട്ട് ഓർഡർ ആണ് കിട്ടുക എന്നുള്ളതാണ്. കാരണം ഇൻസ്റ്റമാർട്ട് ഓർഡറിന് നമുക്ക് സർജ് ഇല്ലല്ലോ. നമുക്ക് ഫുഡ് ഓർഡറിന് മാത്രമാണ് ഈ സർജ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഈ 15 രൂപ മുതൽ 30 രൂപയുള്ള സർജ് ഫുഡ് ഓർഡറിന് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും ദിവസമായിട്ടും ഇവിടെ സ്വിഗ്ഗി വർക്ക് ചെയ്ത സമയത്ത് മെജോറിറ്റി ഡേയ്സും നമുക്ക് ഈ ഫസ്റ്റ് ഓർഡർ ഇൻസ്റ്റമാർട്ടാണ് കിട്ടിയത്. അതായത് സർജ് ഉള്ള ദിവസങ്ങളിലൊക്കെ ഫസ്റ്റ് ഓർഡർ, രണ്ടാമത്തെ ഓർഡർ, സർജ് ഉള്ള സമയത്തൊക്കെ ഇൻസ്റ്റമാർട്ട് ഓർഡറാണ് അധികവും കിട്ടാറ്. എന്റെ പൊന്ന് ഗൈസ്, നോമ എന്താ ഈ കാണണേ? രണ്ടാമത്തെ ഓർഡറും കൂടെ നമുക്ക് അടിച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ മോനെ, 85 രൂപയുടെ ഓർഡറോ, 50 രൂപ ടിപ്പോ. എന്റെ പൊന്ന്, ഇന്ന് ഭയങ്കര പോസിറ്റീവ് ആണല്ലോ. പിള്ളൈ സ്നാക്സിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു ഓർഡർ കൂടെ കിട്ടിയിരിക്കുകയാണ്. സോ 60 രൂപയുടെ ഓർഡറും കിട്ടി, 85 രൂപയുടെ ഓർഡറും കിട്ടി. അങ്ങനെ ടോട്ടൽ 145 രൂപയുടെ ഓർഡറാണ് വിത്ത് 15 മിനിറ്റ് കഴിഞ്ഞ്. എന്റെ പൊന്ന്, അതെന്തായാലും ഒരു കിടിലൻ സ്റ്റാർട്ടപ്പ് ആണ് നമുക്ക് കിട്ടിയത്. സോ വി ആർ ഗോയിങ് ടു പിള്ളൈ സ്നാക്സ്. പിള്ളൈ സ്നാക്സിലുള്ള തിരക്ക് കിടിലൻ തിരക്കാണല്ലോ. 59.75 ഇത്രയും വലിയ തിരക്കുണ്ടായിരുന്നു ഇവിടെ. ഇത് 41.20 59.75. 8 ദോശയും പുട്ടും, മസാല ദോശ, കടലക്കറി, ഇടിയപ്പല്ലേ. റെഡി വന്നിട്ടുണ്ട്. ഇതല്ലേ തട്ടുദോശയും പുട്ടല്ലേ? രാവിലെ തന്നെ പിള്ളൈ സ്നാക്സിൽ ഇത്രയും തിരക്കാ. നമുക്കിപ്പൊ കിട്ടിയ 2 ഓർഡറിനും ഇവർ ഓർഡർ ID നമ്പർ എഴുതി വെച്ചിട്ടില്ല. നമ്മളിനി അവിടെ പോയിട്ട് ഒന്ന് ഐറ്റം ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. നമുക്ക് ഇതിന് മുന്നേ തലേ ദിവസം നമുക്കൊരു ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ കസ്റ്റമർ ഉണ്ടായിരുന്നു. അതായത് 2 ഓർഡർ ഇതേമാതിരി തന്നെ നമുക്ക് ബാച്ച് കിട്ടിയ സമയത്ത് ആദ്യം കൊടുക്കേണ്ടിരുന്ന കസ്റ്റമർക്ക് രണ്ടാമത്തെ ഫുഡ് എടുത്ത് ഞാൻ കൊടുത്തു പോയി കഴിച്ചു. അത് എന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണ്. സോ അങ്ങനെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഞ്ചി. രാവിലെ തന്നെ പിള്ളൈ സ്നാക്സിൽ ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ ഇത് എന്ത് തിരക്കാ! ആകെക്കൂടെ അതിൽ ചെറിയൊരു പീഡിയ മാത്രമാണ്, എന്നിട്ട് കൂടി അവിടെ അത്രയും തിരക്കും. ഇന്ന് വീട്ടിൽ നിന്നും നമ്മൾ രാവിലെ വരുന്ന സമയത്ത് 3 ലിറ്റർ വെള്ളം എടുത്തുകൊണ്ടാണ് വന്നത്. 3 ലിറ്റർ വെള്ളവും നമ്മുടെ സൺസ്ക്രീൻ ജാക്കറ്റും ഗ്ലൗവും ഒക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ജാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ ആ സൺസ്ക്രീൻ ജാക്കറ്റിന്റെയും അതുപോലെ തന്നെ ഗ്ലൗവിന്റെയും ഒക്കെ ലിങ്ക് നമ്മൾ വ്യൂ പ്രോഡക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുപോലെ തന്നെ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ ഉണ്ട്. സോ ഈ പൊരിഞ്ഞ വെയിലത്ത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. ഫസ്റ്റ് ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് മാങ്കാവ് ഇൻസ്റ്റമാർട്ടിന്റെ അടുത്തേക്കാണ്. ഇൻസ്റ്റമാർട്ടിന്റെ ആ ഭാഗത്ത് എവിടേക്കോ ആണ് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത്. സോ വി ആർ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ ഗൈസ്. അങ്ങനെ നമ്മുടെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ സൈഡിലുള്ള വീടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പുഷ്പ ഹൗസ്. വീട്ടിലേക്ക് നമുക്ക് ബൈക്ക് കയറ്റാം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ആരെങ്കിലും എടുത്തു കൊണ്ടുപോകും. തട്ടുദോശ പുട്ട്, ഇതാണെന്ന് തോന്നുന്നു നമുക്ക് ലാസ്റ്റ് ഓർഡർ കിട്ടിയത്. ഓർഡർ ID നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഒരു സീനാണ്. ഭയങ്കര ഒരു തണല്, കൂൾ എഫക്റ്റ്. ഓക്കെ, താങ്ക് യു.
ഈ ഫുഡൊന്നും ഇനി മാറിപ്പോവില്ലായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാമാർട്ടിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ, ഓർഡറിന് അത്യാവശ്യം നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇങ്ങനെ ബാച്ച് ഓർഡർ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ഇൻസെന്റീവ് സ്ലാബ് വേഗം കഴിയും. ഇപ്പൊ തന്നെ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് 2 ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആദ്യത്തെ ഇൻസെന്റീവ് സ്ലാബ് എന്ന് പറഞ്ഞിരുന്നത് സൺഡേ ആയതുകൊണ്ട് 7 എണ്ണം എടുത്താൽ 75 രൂപയാണ് നമുക്ക് കിട്ടുന്നത്, സൺഡേ ആയതുകൊണ്ട്. സോ സാധാരണ ദിവസങ്ങൾ അറിയാലോ, 5 ഓർഡർ 6 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 55 രൂപയാണ് നമുക്ക് ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് ആയിട്ട് കിട്ടുന്നത്. സൺഡേ ആയതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് 24 ഗൈസ്. 24-ന് 360 രൂപ കിട്ടും. സോ രണ്ടാമത്തെ ഓർഡർ നമ്മൾ കൊണ്ടു കൊടുക്കാനുള്ളത് കിനാശ്ശേരി ഭാഗത്താണ്. സോ നമ്മൾ രണ്ടാമത്തെ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് കിനാശ്ശേരി ഭാഗത്തേക്കാണ്. സോ നമ്മൾ കിനാശ്ശേരി ഭാഗത്തേക്ക് പോവുകയാണ്. സോ നമ്മുടെ രണ്ടാമത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോകണം എന്നാണ് പറയുന്നത് മാപ്പിന്റെ അകത്ത്. ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസം പോലെ തോന്നുന്നില്ല. ബംഗാളികൾ വരെ പണിക്ക് പോകാനാന്ന് തോന്നുന്നു. മറ്റേ കൈക്കോട്ടും പിക്കാസും ഒക്കെ എടുത്തിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇന്ന് സൺഡേ തന്നെ അല്ലേ? ദൈവമേ, എന്നോട് തെറ്റിപ്പോയാ. എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ? അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ നമുക്ക് കൊടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഓർഡർ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. 200 റുപ്പീസാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയത്. സോ അത് രാവിലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയത് ആക്ച്വലി നല്ലതാണ്. കാരണം പെട്രോൾ അടിക്കാം, അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാപ്പി കുടിച്ചായിരുന്നു. ഒരു വെറും കാപ്പി, നല്ല കടുപ്പത്തിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് ഒരു കാപ്പി കുടിച്ചായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു വയറ് വല്ലാത്തൊരു കാളലും, അതുപോലെ തന്നെ എൻ്റെ നാക്കെന്ന് പറയുമ്പോൾ ചെറുനാവിന്റെ അങ്ങേയറ്റത്ത് ഭയങ്കര ഡ്രൈനെസ്. എത്ര വെള്ളം കുടിച്ചിട്ടും ആ ഡ്രൈനെസ് കൊണ്ട് മാറുന്നില്ല. ഒരു വല്ലാത്ത ഇറിറ്റേഷൻ പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്താണെന്നറിയില്ല. ഇനിയിപ്പോ ചായ കുടിക്കുന്ന സമയത്ത് അത് മാറുമായിരിക്കും, കുറച്ച് ഫുഡും കൂടെ ചെല്ലുന്ന സമയത്ത് മാറുമായിരിക്കും. ഈ രാവിലെ വെറും വയറ്റിൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ളൊരു ഇറിറ്റേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ കേസ്. സൺഡേ ആയിട്ട് നോക്കി രാവിലെ 7 മണിയായിട്ടുള്ളൂ, എമ്മാതിരി തിരക്കാം. സോ 7 മണി ആകുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത സർജ് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 15 രൂപ മുതൽ 30 രൂപ വരെ ആയിരുന്നു. ഇപ്പൊ ഇത് 14 രൂപ മുതൽ 25 രൂപ വരെ ആയിട്ട് സർജ് ബോണസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 8 മണി വരെ ആയിട്ടാണ് നമുക്ക് സർജ് ഉള്ളൂ. അതുവരെ മാത്രമേ ഇനിയിപ്പോ നമുക്ക് രാവിലത്തെ സർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് എങ്ങാണ്ട് ഇന്ന് സർജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്തായാലും പോകുന്ന സമയത്ത് ഇനി മാങ്കാവ് ഇൻസ്റ്റാമാർട്ടിൽ എന്തായാലും ഓർഡർ അടിയും. ഇനി ഫുഡ് ഓർഡർ നമുക്കൊരു 2 എണ്ണമൊക്കെ ചവിട്ടി പിടിച്ചിട്ടേ തരുള്ളൂ. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ്ടേ. ഇനിയിപ്പോ നമുക്ക് ഇൻസ്റ്റാമാർട്ട് ഓർഡർ ഡെഫിനറ്റ്ലി, കാരണം ഇതിപ്പോ ചെന്ന് മുട്ടുന്നത് മാങ്കാവ് ഇൻസ്റ്റാമാർട്ടിലേക്കാണ്. ഈ സ്വിഗ്ഗിന്റെ ഒരു കാൽക്കുലേഷൻ നോക്കണേ. ഞാൻ ഇപ്പൊ രാവിലെ 7 മണിക്ക് ഓർഡർ കൊടുത്തതിന് ശേഷം ഇതുവരെ 7:45 3/4 മണിക്കൂർ നമുക്ക് ഓർഡറേ കിട്ടിയില്ല ഗൈസ്. ഞാൻ പല സ്ഥലത്ത് പോയി നിന്ന് നോക്കി, ഇൻസ്റ്റാമാർട്ടിന്റെ അടുപ്പ് കയറി നോക്കി, പല ഹോട്ടലിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് നിന്ന് നോക്കി. അവസാനം ഇപ്പോഴാണ് നമുക്ക് വീണ്ടും പിള്ളൈ സ്നാക്സിൽ നിന്ന് വീണ്ടും ഓർഡർ കിട്ടിയത്. 50 രൂപയുടെ ഓർഡറാണ്. ഈ സ്വിഗ്ഗിന്റെ ഒരു കാൽക്കുലേഷൻ നോക്കണേ. നമ്മൾ നേരത്തെ തന്നെ ഏണിങ്സ് ആയിട്ട് വീട്ടിൽ പോയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചവിട്ടി ഓർഡർ തന്നത്. അതായത് ഫസ്റ്റത്തെ 2 ഓർഡർ കൊണ്ട് തന്നെ എനിക്ക് ഏണിങ്സ് 150 രൂപയുടെ അടുത്തായല്ലോ. അപ്പൊ ഇനി ഒന്ന് ചവിട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇപ്പം നമുക്ക് പിള്ളൈ സ്നാക്സിൽ നിന്നും 50 രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ പിള്ളൈ സ്നാക്സിലേക്ക് പോവുകയാണ്. ആദ്യത്തെ 3 ഓർഡർ തന്നെ ഇന്ന് പിള്ളൈ സ്നാക്സിൽ നിന്നാണല്ലോ നമുക്ക് എടുക്കാനുള്ളത്. എന്റെ അമ്മോ, പാളയം മാർക്കറ്റിലുള്ള തിരക്ക് നോക്ക് ഗൈസ്. എന്റെ പൊന്നെ, ഫ്രൂട്ട്സ് ഇറക്കലും ഫ്രൂട്ട്സ് കൊണ്ടുപോകലും പച്ചക്കറി ഇറക്കലും എല്ലാം കൂടെ ആയിട്ട് നല്ല രീതിക്ക് തിരക്കാണ്. ഒന്നാമത് വിഷു ആയതിന്റെ നല്ല തിരക്ക് കാണുന്നുണ്ട്. സോ അത് പറയാൻ മറന്നുപോയി. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ഗൈസ്. മുന്നിൽ കൊല നടക്കുന്നു. പുള്ളിക്കാരൻ ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ കെട്ടിപ്പേറി പോകുന്നുണ്ട്. ഇതൊരു ഗുഡ്സിലേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ എന്റെ പൊന്നെ. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും പിള്ളൈ സ്നാക്സിൽ എത്തിയിരിക്കുകയാണ്. എത്തുന്ന കറക്റ്റ് ടൈമിൽ ഫുഡ് റെഡി ആവുന്നുണ്ട്. അല്ല, 5 പുട്ട് കടലക്കറി ബാജിക്കറി 1005. ഈ ചില സമയങ്ങളിൽ പിള്ളൈ സ്നാക്സിൽ ഫുഡ് റെഡി ആവുന്നതിന് മുന്നേ തന്നെ ഫുഡ് റെഡി കൊടുത്തിട്ട് നമ്മളോട് ഇങ്ങനെ ആപ്പിൽ കാണിക്കും. ഫുഡ് പിക്കപ്പ് ചെയ്യാനായിട്ട് ഇവിടുന്ന് നിർബന്ധിക്കുകയും ചെയ്യും. അതെന്തിനാണെന്ന് അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എന്തോ റേറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം മേ ബി. പക്ഷെ എന്നാലും ഫുഡ് റെഡി ആയിട്ട് നമ്മൾ പിക്കപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നമുക്കതൊരു നെഗറ്റീവായിട്ട് കാണിക്കും. ഇപ്പോൾ കസ്റ്റമറുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആപ്പിൽ നിന്ന് സ്വിഗ്ഗിയുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഫുഡ് റെഡി കൊടുത്തതിന് ശേഷം നമ്മൾ പിക്കപ്പ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ മനഃപൂർവ്വം ലേറ്റ് ആക്കുകയാണ് എന്നുള്ളൊരു ഫീല് വരും ചെയ്യും. പക്ഷെ അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പിള്ളൈ സ്നാക്സിൽ പറഞ്ഞു നോക്കിയതാണ്.
പക്ഷെ അവർക്ക് അവരുടെ റേറ്റിംഗ് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രം അവർ ഫുഡ് കിട്ടുന്നതിന് മുന്നേ ഫുഡ് റെഡി ആയിരിക്കും. പക്ഷെ ഞാൻ വേറെ കാര്യം പറയാം, മാക്സിമം ഇവർ ഫുഡ് ഡിലേ ആക്കാതെ തന്നെ നമുക്ക് ഫുഡ് എടുത്ത് തരാറുണ്ട് കേട്ടോ. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകളിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇവർ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് തന്നെ തരും. മീൻസ് അവരുടെ കസ്റ്റമേഴ്സിനേക്കാളും കൂടുതൽ നമുക്കാണ് ഇവർ പ്രയോറിറ്റീസ് കൂടുതൽ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഫീൽ എനിക്ക് അങ്ങനെ ഡിലേ കിട്ടിയിട്ടൊന്നുമില്ല ഒരുപാട് നേരം, ഒരു 5 മിനിറ്റൊക്കെ ഡിലേ കിട്ടിയിട്ടുള്ളൂ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ. സോ ഈ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് മാങ്കാവ് ഭാഗത്തേക്ക് തന്നെയാണ്, മാങ്കാവ് ഇൻസ്റ്റമാർട്ടിന്റെ ആ ഭാഗത്ത് എവിടേക്കോ ആണ്. സോ 2 ഓർഡറും നമുക്ക് ആദ്യത്തെ 2 ഓർഡർ നമുക്ക് അങ്ങോട്ട് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിള്ളേർ സ്നാക്സ് എന്ന് മാങ്കാവിലുള്ള എത്രയും ഫാൻസ് ഉണ്ടോ, മാങ്കാവിലേക്ക് മാത്രമാണല്ലോ പിള്ളേർ സ്നാക്സ് അടിയുന്നത്. സോ വി ആർ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ, ശ്രീ കൃപ റീഫോം നമ്പർ 64. കറക്റ്റ് അഡ്രസ് ആണല്ലോ, ഈ വഴിയാണ് കാണിക്കുന്നത്. റീഫോം നമ്പർ 90, 79 ഒക്കെ ആണല്ലോ. കറക്റ്റ് അഡ്രസ് കൊടുത്തിട്ട് വീട് മാറിപ്പോയി. സോ ഇതിന്റെ ബാക്ക് സൈഡിലായിരിക്കും മേ ബി. നമ്മളോട് ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചു ഗൈസ്. ശ്രീ കൃപ കിട്ടി ഗൈസ്, കിട്ടി. ദിവ്യ എവിടെ അല്ലേ? ഓക്കെ, ദിവ്യയുടെ അമ്മ, ദിവ്യയുടെ ചേട്ടൻ, ദിവ്യയുടെ അച്ഛൻ. അത് ഏത് സിനിമയിലായിരുന്നു? അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ഓക്കെ, സമയം ഇപ്പൊ കറക്റ്റ് 8 മണിയായിട്ടുണ്ട്. ഇപ്പോഴും സർജ് ഉണ്ട് ഗൈസ്. ഇപ്പോഴും നമുക്ക് 15 രൂപ മുതൽ 30 രൂപ വരെ സർജ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ കറന്റ് നമുക്ക് ഈ ഓർഡറിന് 15 രൂപ നമുക്ക് സർജ് കിട്ടിയായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സർജ് ഇങ്ങനെ ഓണാക്കിയിട്ടത്. എന്തായാലും വീണ്ടും അടുത്ത ഓർഡർ അടിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 51 റുപ്പീസിന്റെ ഓർഡർ ആണ്. ഇതിനും ടിപ്പുണ്ട് ഗൈസ്, 21 രൂപ നമുക്ക് ടിപ്പുണ്ട്. സോ ഇത് സൽക്കാരയിൽ നിന്നാണ് ഓർഡർ എടുക്കാനുള്ളത്. ഇപ്പൊ സർജ് ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 6 മണി മുതൽ 9 മണി വരെ സർജ്, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 12 to 3 സർജ്, അത് കഴിഞ്ഞാൽ പിന്നെ 5 to 7 സർജ്, 7 to 10 സർജ്. എന്റെ മോനെ സർജ് കൊണ്ട് ഏറും തല്ലും. ഇന്ന് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ മാത്രമേ ഉള്ളൂ നമുക്ക് സർജ് കിട്ടാതിരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സർജ് കിട്ടുന്നുണ്ട്. ഓ ഗൈസ്, പെട്രോൾ അടിക്കാൻ മറന്നു പോയല്ല ഗൈസ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ സൽക്കാരയിലേക്ക് ബൈക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എന്റെ അടുത്തൊരു ഓർഡറും കൂടെ അടിയുന്നു. സൽക്കാരന്റെ തൊട്ടടുത്തായിട്ടുള്ള കോവിലക്കൻ റെസിഡൻസിൽ നിന്ന് നമുക്കൊരു ഓർഡർ കിട്ടി. അപ്പൊ ഞാനിപ്പോ നടന്ന് കോവിലക്കൻ റെസിഡൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് തമ്മാമിൽ അടുത്തടുത്തുള്ള റെസ്റ്റോറന്റ് ആണ്. സോ ബൈക്ക് ഞാൻ പാരഗണിൽ വെച്ചിട്ട് കോവിലകത്തേക്ക് നടന്നു വന്നു ഗൈസ്. അങ്ങനെ കോവിലകം റെസിഡൻസിയിൽ നിന്നും നമ്മൾ ഓർഡർ കൈപ്പറ്റിയിരിക്കുകയാണ്. ഇനി നമ്മൾ പാരഗണിലേക്ക് നടന്നു പോകാൻ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. സൽക്കാരയിൽ നിന്ന് പിക്കപ്പ് ചെയ്യണം. 5040. ഓ എന്റെ പൊന്നെ, ഇത് കുറച്ച് ഹെവി ഐറ്റം ആണല്ലോ. 3 തട്ടുദോശ സെറ്റ്, 8 അപ്പം, 3 കടലക്കറി, 3 എഗ് റോസ്റ്റ്, ടോട്ടൽ 17 ഐറ്റംസോ. ഓ പണ്ടായിരുന്നെങ്കിൽ ഇത് ബൾക്ക് കിട്ടായിരുന്നു. ഇപ്പൊ ബൾക്കും ഇല്ല, ഒരു ഹൾക്കും ഇല്ല. ശരിക്കും പണ്ടൊക്കെ നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടായിരുന്നു. വെയിറ്റിംഗ് ടൈം, ബൾക്ക്, അത് ഇത്, കസ്റ്റമർ വെയിറ്റ് പേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധ്യതയിലൂടെ നമുക്ക് സ്വിഗ്ഗിനകത്ത് പൈസ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം വെട്ടിക്കുറച്ചു. ഇപ്പൊ ആകെ ഒരു സർജും ഉണ്ട്, അതുപോലെ തന്നെ ഓർഡർ ഏണിങ്സും ഉണ്ട്. ടിപ്പ് കിട്ടിയാ കിട്ടി, അത്ര തന്നെ. ഇനി നമുക്ക് പെട്രോൾ അടിക്കണം സുഹൃത്തുക്കളെ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് പെട്രോൾ അടിക്കുന്നത്. 1000 9.5 ലിറ്റർ പെട്രോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 9.5 തികച്ചില്ല. 9 ലിറ്ററും 450 മില്ലി ലിറ്ററുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ പമ്പിന്റെ സൈഡിൽ തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റത്തെ കസ്റ്റമറിന്റെ ലൊക്കേഷൻ. ശ്രീവിഹാർ എന്നാണ് വീട്ടുപേര്. ഇവിടെ എവിടെയോ എന്നാണല്ലോ. സോ ഇതാണ് വീട്. ഈ കസ്റ്റമറുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് അമ്മ എന്നാണ്. അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 51 രൂപയാണ് ഗൈസ്. 20 രൂപ ടിപ്പുണ്ട്. സോ വി ആർ റെഡി ടു മൂവ് ടു നെക്സ്റ്റ് ഓർഡർ. ഇത് ഇത്തിരി ലോങ് പോകാനുണ്ട് സുഹൃത്തുക്കളെ. നമ്മളെ നല്ലളം ഭാഗത്തേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും കിതയ്ക്കുന്നു ഗൈസ്, ഭയങ്കരമായിട്ട് കിതപ്പ്. സോ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്വിഗ്ഗി ഡെലിവറി ബോയ്സ്, ഏത് ഡെലിവറി പ്ലാറ്റ്ഫോമിലുള്ള ഡെലിവറി ബോയ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പൈസ എന്ന് പറഞ്ഞ് മാത്രം ഓടരുത്. വർക്കൗട്ടിന് വേണ്ടി ഡെയിലി 1 hour നിങ്ങൾ മാറ്റി വെക്കണം. അത് ഏത് രീതിയിലുള്ള വർക്കൗട്ടും ആയിക്കോട്ടെ.
ഇൻക്ലൂഡിങ് നടക്കുന്നതായിക്കോട്ടെ, ഓടുന്നതായിക്കോട്ടെ, ജസ്റ്റ് എന്തെങ്കിലും വെയിറ്റ് ട്രെയിനിങ്, കാലിസ്തനിക്, അതുപോലെ ഈ പറഞ്ഞ പുള്ളപ്പ്, പുഷപ്പ് എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡെയിലി നിങ്ങൾ 1 അവർ എല്ലാ ഡെലിവറി ബോയ്സും നിങ്ങൾ മാറ്റി വെക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് ഭയങ്കരമായി കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ബെല്ലി ഫാറ്റ് കൂടാനും നല്ല രീതിക്ക് തടി വെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം മാക്സിമം വർക്കൗട്ടിന് ഇമ്പോർട്ടൻസ് എല്ലാവരും കൊടുക്കുക. പൈസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഈ പൈസ മൊത്തം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നമ്മൾ രോഗം വരാതെ മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കോർ മസിൽസിന്, അതായത് ഈ ഒബ്ലിക്സ്, 6 പാക്സ്, അതുപോലെ തന്നെ ചെസ്റ്റ് ഭാഗങ്ങളൊക്കെ ഉള്ള കോർ മസിൽസിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ മസിൽസ് ടൈറ്റ് ആവും തോറും നമ്മുടെ സ്പൈനലിന്, നട്ടലിന് ഒരു സപ്പോർട്ടീവ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ മസിൽ പാർട്ടുകൾ ആക്റ്റീവ് ആവുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുക. ഉദാഹരണത്തിന് പുള്ളപ്പ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാക്ക് മസിൽസ്, ചെസ്റ്റ്, ആപ്സ് എല്ലാം വർക്കൗട്ട് ആവും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പുഷപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബൈസെപ്സ്, ട്രൈസെപ്സ്, ചെസ്റ്റ്, ആപ്സ് എല്ലാം നമ്മുടെ വർക്കൗട്ട് ആവും. ഈ പുറംഭാഗത്തുള്ള മസിൽസ് ഒക്കെ വർക്കൗട്ട് ആവും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മസിൽസ് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ എപ്പോഴും നിങ്ങൾ ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ബോക്സ് ആൻഡ് കോട്ടേജ് എന്ന് കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചു എന്തെങ്കിലും തരത്തിലുള്ള ഹോസ്റ്റലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അത് വീടാണ് ഗൈസ്. ബോക്സ് ആൻഡ് കോട്ടേജ്. ഓ പള്ളം മുന്നിൽ തന്നെ പജേറോ തട്ടൂലല്ലോ. ഓക്കെ, ഇങ്ങനെ ഈ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവറി കംപ്ലീറ്റഡ് ഗൈസ്. നല്ല ചപ്പാത്തി ഇങ്ങനെ കീറിയെടുത്ത് ഇതിലെ കറിയിൽ ഇങ്ങനെ മുക്കി ഇന്നത്തെ കറി കൊള്ളാം ഗൈസ്. സാധാരണ അവളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്ന മുട്ടക്കറി അത്ര അങ്ങോട്ട് നന്നാവാറില്ല. പക്ഷെ ഇന്ന് എന്താ അറിയില്ല, ടേസ്റ്റ് ഉണ്ട്. സമയം ഇപ്പോൾ 10 മണിയായി സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ രണ്ടാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആവാനിരിക്കുന്നു. ഒരു 3 ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആക്കും. ഇന്ന് 410 രൂപയുടെ ഏണിങ്സ് ഉണ്ടാക്കി. അത്യാവശ്യം നല്ല ടിപ്പും ഉണ്ടായിരുന്നു, അത്യാവശ്യം സർജും ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഇങ്ങനെ ചറവറ കിട്ടുന്നില്ല. ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെയാണ് അടുത്തൊരു ഓർഡർ കിട്ടുന്നത്. സോ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് ഓർഡറിന് എണ്ണം തേക്കാൻ പറ്റുന്നില്ല. സാധാരണ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഓർഡറിൻ്റെ എണ്ണം കൂട്ടണമല്ലോ. അതായത് ഇൻസെൻറ്റീവ് സ്ലാബ് തേക്കണമെങ്കിൽ ഓർഡറിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ അതുകൊണ്ടും ഉണ്ട്. എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ബാക്കി പരിപാടികൾ കാണാം. ഇന്ന് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 800-ൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്താ തിരക്ക് ഗൈസ്. ഒന്നാമത് നാളെ വിഷു ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള നല്ല രീതിക്കുള്ള തിരക്കുണ്ട്. അതിന്റെ കൂടെ ഈ ചൂടും കൂടെ ആകുമ്പോൾ കുശാലായി ഗൈസ്. എന്താണെങ്കിലും ഇന്ന് സൺഡേ ആയിട്ട് പോലും സൺഡേ ആവാത്ത പോലെയാണ് ഫീലിങ്സ്. നല്ല നോർമൽ, ആസ് യൂഷ്വൽ നോർമൽ ഡേയിന് മാതിരി തന്നെയാണ് ഇന്ന് തിരക്കുള്ളത്. എല്ലാ ഷോപ്പുകളും കടകളും ഏകദേശം ഇന്ന് തുറന്നിട്ടുണ്ട്, ആക്റ്റീവാണ്. രാവിലത്തെ ചായ കുടിക്ക് ശേഷം നമുക്ക് 12 മണിക്ക് 20 രൂപ തൊട്ട് 35 രൂപ വരെ നമുക്ക് സർജ് ഉണ്ടായിരുന്നു. 3 മണി വരെ സർജ് ഉണ്ടായിരുന്നു. സോ സമയം ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് 870 രൂപയായിട്ടുണ്ട് ഗൈസ്. ഇത് സർജ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. സർജും ഇന്ന് ടിപ്പ് ഒരു 100 രൂപയുടെ അധികം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സർജും ടിപ്പ് ഉള്ളത് കൊണ്ട് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും 870 രൂപയുടെ അടുത്തായി. ഇനി നമുക്ക് 3 ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്യണം ലാസ്റ്റ് ഇൻസെന്റീവ് സ്ലാബിലേക്ക്. ഇഷ്ടമായിട്ട് ഓർഡറിനൊന്നും സോണിന് പുറത്തേക്ക് പോയിട്ട് നമുക്ക് റിട്ടേൺ ബോണസ് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കിലോമീറ്റർ ഇങ്ങനെ ഓടുന്നുണ്ട്, പക്ഷെ ഏണിങ്സ് ആവുന്നില്ല. മാവ് റോഡ് ട്രാഫിക്, എന്റെ പൊന്നേ എന്താ വെയില്. അതിന്റെ ഇടയിൽ ഈ ട്രാഫിക്. ഇപ്പൊ ഈ എന്റെ റൈറ്റ് സൈഡിലുള്ള കാറിന്റെ അവിടെ ഒരു ബസ്സും കൂടെ വേണം. എന്നാ നല്ല പൊരിച്ച അൽഫാമായി കിട്ടും. അത്രയും ചൂടുണ്ട്. പണ്ടറടങ്ങാനായിട്ട് വിശന്നിട്ട് നിവർത്തില്ല ഗൈസ്. സമയം ഇപ്പം 3:30 2 ഓർഡറും കൂടെ ഇനി നമുക്ക് ബാലൻസ് എടുക്കാനുണ്ട്. ഈ 2 ഓർഡറിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വലിപ്പിക്കും ഗൈസ്. ഇങ്ങനെ ഏറ്റവും ലേറ്റ് ആക്കി തരാൻ പറ്റുമോ, എത്ര ലേറ്റ് ആക്കി തരാൻ പറ്റുമോ അത്ര ലേറ്റ് ആക്കി തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഓർഡർ ഞാൻ എടുത്തിട്ടേ ഇന്ന് പോകുള്ളൂ എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അത് മതി എന്നുള്ള രീതിയിൽ അങ്ങനെ നിർത്തിക്കും ഇവര്. 2 ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 360 രൂപയാണ് അഡീഷണൽ നമുക്ക് ഇൻസെന്റീവ് കിട്ടുക. അപ്പൊ എന്തായാലും ഇവർ എത്രത്തോളം വലിപ്പിച്ചാലും ഞാൻ അത്രത്തോളം ഇവിടെ നിൽക്കും എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം.
ആണെങ്കിൽ ഇങ്ങനെ വിശന്ന് പണ്ടാരടക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ റോഡ് സൈഡ് മൊത്തം ഹണിബോൾ ഗ്രേപ്പും കരിമ്പ് ജ്യൂസും മാത്രമേ കാണാനുണ്ടാവുള്ളൂ. ആവശ്യത്തിന് നോക്കുമ്പോൾ ഒരു തേങ്ങ ഉണ്ടാവില്ല. ഞാനിപ്പോ ഒരു ജ്യൂസ് കുടിക്കണം എന്നൊക്കെ വിചാരിച്ചു കുറേ തപ്പി, എവിടെയും കിട്ടുന്നില്ല തേങ്ങ. ഇനിയിപ്പോ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞാൻ പോകേണ്ടി വരും. ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു തേങ്ങയുണ്ടല്ലോ. മോരും വെള്ളം കുടിച്ചാലോ? ഇല്ല, എന്തായാലും നമുക്ക് 2 ഓർഡർ എടുക്കാനുണ്ട്. ഒരു മോരും വെള്ളം കുടിച്ചേക്കാം. ചേട്ടാ, മോരും വെള്ളം ഉണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിക്കല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ കഴിക്കി. ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ, നല്ല പാട്ട്, ഒരു നല്ല കിടില മൂഡ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? അടിഞ്ഞ് മോനെ അടിഞ്ഞ്. ഇവിടുന്നാ KFC പാളയത്തേക്കോ? ഓക്കെ, അങ്ങനെ ഇപ്പൊ നമുക്ക് 27 രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ RP മോളിൽ നിന്ന് എടുക്കാനാണ് ഉള്ളത്. RP മോളിലെ KFC എന്നാണ് നമുക്ക് ഈ ഓർഡർ എടുക്കാനുള്ളത്. സോ വി ആർ ഗോയിങ് ടു ദ RP മോൾ. നട്ടുച്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്കിന് അല്പം കുറവുണ്ട്. നമ്മളിപ്പോ RP മോളിൽ എത്തി ഗൈസ്. മാളുകളിലൊന്നും തിരക്കില്ലല്ലോ. RP മോളിൽ പൊതുവേ തിരക്കില്ല. KFCന്റെ മുന്നിൽ കുറച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. അല്ല, ഇതിപ്പോ എങ്ങനെ പോണ? കുനിഞ്ഞു പോണ? ഈ ഓർഡർ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണല്ലോ കിട്ടിയത്. ട്രെയിൻ പോകുന്നതിന് മുന്നേ ഇപ്പോൾ അവിടെ എത്താൻ വേണ്ടി പറയുമോ, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്കുള്ള ആരെങ്കിലും ആണോ ഓർഡർ ചെയ്തതെന്ന് അറിയില്ല. ഇപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ പണി നടക്കുന്നത് കൊണ്ട് ബൈക്ക് ചിലപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ കൊണ്ടുപോകേണ്ടി വരും, ചിലപ്പോൾ പാർക്കിംഗ് ഫീയും കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിലാണ് പ്രശ്നം. ഇന്ന് രാത്രി ആക്ച്വലി വർക്ക് ചെയ്യാത്തതാണ് നല്ലത്. എൻ്റെ പൊന്നെ, തിരക്ക് കൂടി കഴിച്ച് 4 മണി ആകുമ്പോഴേക്കും നല്ല രീതിക്ക് തിരക്ക് വരും. ഇപ്പം 3:45 ആയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ട്. ഇപ്പൊ കണിക്കൊന്ന വാങ്ങാനും പിന്നെ കണി വെക്കാനുള്ള ഫ്രൂട്ട്സ് വാങ്ങാനും പാല് വാങ്ങാനും ഒക്കെ ഇപ്പൊ പോയേനെ. ഇപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ട് കുട്ടിച്ചേനെ. അപ്പൊ അങ്ങനെ കുറെ പർച്ചേസുകൾ ഉണ്ടായത് കൊണ്ട് നല്ല തിരക്കായിരിക്കും ഇന്ന്. ഇനിയിപ്പോ എനിക്ക് ലാസ്റ്റ് വന്ന ഓർഡർ എപ്പോ കിട്ടുന്ന ഒരു പിടിയില്ല ഗൈസ്. ഹലോ, സ്വിഗ്ഗി എന്നാണ്. ഞാൻ പ്ലാറ്റ്ഫോമിന്റെ പുറത്തുണ്ട്, 4th. ഇവിടെ ബൈക്ക് പാർക്കിങ്ങിൽ വെക്കേണ്ടി വരുമോ? അതെ അതെ, പുതിയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ ഈ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളിക്കാർ പുറത്തേക്ക് വന്നു കേട്ടോ. സോ ഇന്നലത്തെ നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് 1441 രൂപയാണ്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻസെന്റീവ് എത്ര കിട്ടി, ടിപ്പ് എത്ര കിട്ടി, ബോണസ് എത്ര കിട്ടി, ഓർഡർ ഏർണിങ്സ് എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ 190 കിലോമീറ്റർ ആണ് ഓടിയത്. 190 കിലോമീറ്റർ ഓടാൻ എനിക്ക് ഏകദേശം 380 രൂപ, ഓൾമോസ്റ്റ് 400 രൂപയുടെ എക്സ്പെൻസ് കഴിച്ചാലും നമുക്ക് 1441 നിന്നും 400 രൂപ എക്സ്പെൻസ് കഴിച്ച് 1000 രൂപയുടെ പ്രോഫിറ്റ് എനിക്ക് ഇന്ന് കിട്ടി. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 800 രൂപ അടിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് വെച്ച് പോയതായിരുന്നു. പക്ഷെ നമ്മൾ 1000 രൂപ കംപ്ലീറ്റ് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.